ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ആക്ച്വലി ഞങ്ങൾ ഇന്ന് മണിമലക്കുന്ന് കൊട്ടാരം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. പോത്തങ്കോട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മണിമലക്കുന്ന് പാലസ് എന്ന് പറഞ്ഞിട്ട്. ഡിഫറെന്റ് മലയാളം മൂവീസിന്റെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മൂവിയായ ഗീതാഞ്ജലിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അതിനു മുമ്പും പല പഴയ സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നു. പക്ഷേ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, മേ ബി അതുകൊണ്ടായിരിക്കാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ഇവിടെ വന്നപ്പം ഒത്തിരി ഡെവലപ്മെൻറ്റ് ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ ഇവിടെ ഫുള്ള് കാടായിരുന്നു. ഇവിടെയൊക്കെ ഈ പ്രോപ്പർട്ടി ബിൽഡിംഗ് നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് വേറെ വേറെ വീട്, വില്ല പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. കുറേ ഡെവലപ്മെൻ്റ് ആയി. ഇവിടെ മുഴുവൻ മറ്റേ റബ്ബറായിരുന്നു. റബ്ബർ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അത്രയും കാടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒത്തിരി ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന പോത്തങ്കോടാണ്. അപ്പം ഇത്രയും അടുത്തുള്ള ഒരു പ്ലേസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. ലെറ്റ്സ് സീ, നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, നീലേഷ്. പുള്ളി ഏതോ അവിടെ പോയി എന്തോ ദൂരെ ഏതോ കാണാൻ പറ്റുന്നുണ്ടോ, അവിടെ പോയിട്ട് എന്തോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പോത്തൻകോട് മേലേമുക്ക് ജംഗ്ഷനിൽ നിന്ന് വെമ്പായം പോകുന്ന റൂട്ട്. ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, മിഷൻ ഹോസ്പിറ്റൽ. അത് എത്തണ്ട, അതിന് മുമ്പായിട്ട് പോത്തൻകോട് നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഗേറ്റ് ഉള്ളത്. അവിടെ നിന്ന് ഉള്ളിലേക്കുള്ള വഴിയാണ് നമ്മൾ പോവേണ്ടത്. ഗെയ്സ്, നിങ്ങൾ ഈ കാണുന്നത് ലാലേട്ടൻ 2013 ഗീതാഞ്ജലിയുടെ ഷൂട്ടിന് വേണ്ടി പോത്തൻകോട് മണിമലക്കുന്ന് കൊട്ടാരത്തിലേക്ക് വന്നതാണ്. കാരവാനിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ തൊട്ട് പുറകിലായി കാണുന്ന ആ വൈറ്റ് പെജിറോ KL 07BW9 എന്ന് പറയുന്ന ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടി ലാലേട്ടന്റെ തന്നെയാണ്. ഗീതാഞ്ജലിയുടെ ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന ഒരു ഷോട്ട് മണിമലക്കുന്ന് പാലസിന്റെ ഫ്രണ്ട് ആണ്. അതിപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു സ്പോട്ട്. മെയിൻ ലൊക്കേഷൻ ആയിരുന്നു ഗീതാഞ്ജലിയുടെ മണിമലക്കുന്ന് പാലസ് എന്ന് പറയുന്ന. അപ്പം ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലാലേട്ടനെയും ഒക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. മധു സാർ ഉണ്ടായിരുന്നു, സിദ്ദീഖ് സാർ ഉണ്ടായിരുന്നു, ഇന്നസെന്റ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സോ എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞു. പ്രിയദർശൻ സാറ്, MG ശ്രീകുമാർ സാർ വന്നിരുന്നു. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഈ വീഡിയോ കാണുന്ന അന്ന് ലൊക്കേഷൻ സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിമനോഹരവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു സ്ഥലമാണ് മണിമലക്കുന്ന് കൊട്ടാരം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാമവർമ്മ വലിയ കോയിക്കൽ തമ്പുരാനാണ്. റാണി സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ വേനൽക്കാല വസതിയായിട്ടാണ് കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. നക്ഷത്ര മാതൃകയിൽ ഇവിടെ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്രപരമായ സ്ഥലമാണിത്. ഇതിപ്പോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കൂടുതലായിട്ടും ഫിലിം, സീരിയൽ ഷൂട്ടിങ്ങിനായിട്ടാണ് ഈ സ്ഥലം ഉപയോഗിച്ചു വരുന്നത്. ആക്ച്വലി കൊട്ടാരം ബിൽഡ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടാണ്. നമ്മുടെ മഹത്തായ ഭൂതകാലത്തിന്റെ വിലയേറിയ സ്മാരകം എന്നൊക്കെ പറയാൻ പറ്റും. രാജവംശത്തിന്റെയൊക്കെ നമ്മുടെ പൈതൃക വാസ്തുവിദ്യയുടെ ഒരു മിടുക്കൊക്കെ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിന്റെ ആ വാസ്തുകലയിലും ബിൽഡിംഗ് സ്ട്രക്ചറിലും ഒക്കെ കാണാൻ കഴിയും. 1ാം നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് വുഡൻ വർക്ക്സ് ഒക്കെ ഒത്തിരി ഇതിനകത്തുണ്ട്. കോണിപ്പടികളൊക്കെ ചെയ്തിരിക്കുന്നത് തടിയിലാണ്. 2ാം നിലയിൽ നിന്നും അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പ് ഏണിയാണ്. കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂസും അതിമനോഹരമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടാണ് മണിമലക്കുന്ന് കൊട്ടാരം. വളരെ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഈ ഒരു പാലസ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ പത്മനാഭപുരം പാലസോ അതുപോലെ തന്നെ ഇത്തിരി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള വരിക്കാശ്ശേരി മന, ഇതൊക്കെ വരിക്കാശ്ശേരി മന എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ചെറിയൊരു ടിക്കറ്റ് മേടിച്ചിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റിയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറി ആ വരിക്കാശ്ശേരി മന കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ഇങ്ങനെ കിടന്ന് നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓണർക്ക് അതൊരു വരുമാനവും ആവും. അറ്റ് ദ സെയിം ടൈം വരും തലമുറയ്ക്കും ഈ ഒരു പാലസ് വിസിറ്റ് ചെയ്യാനും ഇവിടെ ചെന്ന് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനും ഒക്കെ സാധിക്കും. ഭാവിയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.
ഉറപ്പല്ലേ? ഇത് കുഴപ്പമില്ല, നീ വെച്ചാ എന്ത് വേണ്ടേ? പക്ഷെ എന്താ പറയാ, ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ വെച്ചെടുത്ത് നീലേഷ് കൂടെ വന്നു. Subscribe now and press the bell icon. Never miss an update.